ഇപ്പൊ കല്യാണത്തിന് ശേഷമാണ് നിങ്ങൾ യൂട്യൂബ് ചാനൽ സജീവാവുന്നത് അല്ലേ? കല്യാണത്തിന് ശേഷം നമുക്ക് 3 കുട്ടികളുണ്ടായതിനു ശേഷം 3 കുട്ടികൾക്ക് ശേഷം ഇവനൊന്നും ഉണ്ടായ സമയത്തൊന്നും യൂട്യൂബ് ഇല്ല. അല്ലെങ്കിൽ ഭയങ്കര കണ്ടന്റ് ആയിരിക്കും. കാരണം വേറെ റോട്ടിന്നാ പ്രസവിച്ചേ. കാറിൽ പ്രസവിച്ചേ. ഞാൻ ആ നേരത്തെ ഞാൻ ലൈവ് ഒക്കെ ഇടും. ഇപ്പൊ ലാസ്റ്റ് ഞാൻ പരമാവധി ലാഗ് ആക്കി നോക്കി. പക്ഷെ അവള് ഹോസ്പിറ്റലിൽ തീരെ പ്രസവിച്ച് ഇവളെ പ്രസവതാക്കിയപ്പോ സിസ്റ്റർമാര് ഇവക്ക് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കുട്ടികളുണ്ടാവുമല്ലേ. അപ്പൊ ഡോക്ടറൊക്കെ ഒരു പ്ലാന് ഇവനെ ഒന്ന് ഇതിലേക്ക് എന്താണ് ഇതിന് പറയാ സ്യൂട്ട് റൂം കയറ്റണം, ഓനെ കയറ്റണം, ഓൻ ഇതിന്റെ വേദന ഒന്ന് മനസ്സിലാവട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവരെല്ലാരും ഇന്ന ലേബർ റൂമിലേക്ക് വിളിച്ച് ഇവളെ ലാസ്റ്റത്തെ സമയത്ത് അപ്പൊ ഇവിടെ കിടക്കണേ. ഇവളിന്റെ കയ്യിനൊക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ഞാൻ ആ കൈ വല്ല പിടിച്ച് സിസ്റ്ററിന്റെ കൈമൊക്കെ വെച്ചെടുത്ത്. എന്നിട്ട് സിസ്റ്ററിന്റെ കൈ കൊണ്ട് ആരടിന്നെ മാന്തണെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ ഇവള് ഞാനാണ് എഴുതിയിട്ട് മാന്ത. ഇവള് കണ്ണടച്ചിട്ട് വേദനയല്ലേ ഇങ്ങനെ കാട്ടാണ്. ഞാനാ കൈ മാറ്റോ. ഞാനവിടെ ഒരു തമ്പനയിൽ ഇടാണ്ട് ഞാൻ സൈഡിലിരുന്ന് തമ്പനയിൽ സെറ്റാക്കുക. ഇവളവിടെ ഇന്നെ കൊണ്ട് കഴിയൂലോ പറയുന്നു. ഞാൻ ആകെ ഞാൻ സിസ്റ്റർമാരിങ്ങനെ പോയി. അപ്പൊ ഞാൻ അവളൊന്ന് ഒന്നറിയാട്ടോ അവളെ കൊണ്ട് കഴിയും. ഇപ്പൊ ഒന്ന് വെയിറ്റ് ചെയ്യും. സിസ്റ്റർമാർ എന്നെ പേടിപ്പിക്കാൻ കൊണ്ടുപോയതാ. ഓല അവിടെ ഒരു സീനൊക്കെ ഉണ്ടാക്കി ഭയങ്കര സംഭവമായിട്ട് 5-8 ആള് നിന്ന്. അപ്പൊ ഞാനേ പറഞ്ഞു കൊടുക്കണേ അവിടെ അങ്ങനെ പിടിക്കി, ഈ കാലം ഇങ്ങനെ പിടിക്കി. അപ്പൊ ഞാൻ ലാസ്റ്റ് സിസ്റ്റർമാരോട് പറഞ്ഞു നിങ്ങളിന്നെ പേടിപ്പിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. ഓൾറെഡി ഞാൻ നിങ്ങളെ ഈ സെറ്റപ്പും ലൈറ്റും ഒന്നും ഇല്ലാതെ നട്ടപ്പാരിക്ക് 3 മണിക്ക് ഞാൻ ഇവിടെ പ്രസവം എടുത്തതാ. അതുകൊണ്ട് എനിക്ക് ഇതൊന്നും വലിയ പ്രശ്നമല്ല. അപ്പോഴാണ് ഇവരെ അറിയുന്നത് ഡോക്ടർമാരൊക്കെ ഇവരൊക്കെ ഇങ്ങനെ ആദ്യത്തെ പ്രസവം. പക്ഷെ അവർക്ക് വിശ്വാസമൊന്നുമില്ല അല്ലേ. ഓല അത് വിശ്വസിച്ചിട്ടില്ല. അത് മോറൽ സപ്പോർട്ട് കൊടുത്തന്നില്ലേ? മോറൽ സപ്പോർട്ട് കൂടുതൽ തന്നില്ലേ? ഇല്ലല്ല തന്നില്ലേ? എടുത്തിക്കാൻ വന്നിട്ടില്ല. അത് മോശമായി പോയിട്ടോ. ഇപ്പത്തിനോ ഏറ്റവും ഇളയതിന് മറ്റേത് കാക്കുന്നെയാണ് ഡെലിവറി എടുത്തത്. ജിബ്രാന്റെ ഞാനാണ് ഡെലിവറി എടുത്തത്. ഞാൻ മെയിനായിട്ട് നമ്മള് മോറൽ സപ്പോർട്ട് കൊടുക്കാറിഞ്ഞാല് നമ്മള് അടുക്കളയിൽ പാത്രം മോറൽ സപ്പോർട്ടാണ് മെയിനായിട്ട് കൊടുക്കല്. അതിനാണ് ഏറ്റവും കൂടുതൽ കച്ചറ. ഞങ്ങള് കാണാറുണ്ട് ഈ പറഞ്ഞ കിച്ചണിലെ വീഡിയോസ്. അപ്പൊ ഞാൻ പ്രോ കുക്കിംഗ് ആയിരിക്കും, വീട്ടിൽ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത്. ഞാൻ അങ്ങനെ എല്ലാ ഫുഡ് അതായത് ഒരു ഭർത്താവിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാല് അഭിനയിക്കാൻ കഴിയാന്ന്. ഞാൻ അതൊരു ബിഗ് ബോസ് വീട് പോലെയാണ്. ഇവിടെ കിച്ചണിലൊക്കെ പെട്ട പിന്നെ കഴിഞ്ഞ് കണ്ടന്റ് ഉണ്ടാവൂല. മനസ്സിലായോ? അവരവിടെ കഴിയുമല്ലോ ജീവിതം. അപ്പൊ പെണ്ണുങ്ങൾക്ക് ഏതായാലും ചീത്തപ്പേരുണ്ട് അടുക്കളയിലെ അന്തർജനം. ഇനിയിപ്പോ ഇവളായിട്ട് മാറ്റാൻ നിൽക്കണ്ട, ഇവളും കൂടി ആ ലിസ്റ്റിൽ തന്നെ പോയിക്കോട്ടെ എന്നുള്ള ചിന്തയിൽ ജീവിക്കുന്ന ആളാണ് ഞാൻ. നേരെ മറിച്ച് ഞാൻ കുറച്ച് വെറൈറ്റി ഫുഡുകളൊക്കെ പരീക്ഷിച്ച് അതൊക്കെ വിജയിച്ച പിന്നെ എനിക്ക് പ്രശ്നമാണ്. പിന്നെ ഇവർക്ക് ഇടയ്ക്ക് അത് വേണ്ടി വരും. ഞാൻ ഉണ്ടാക്കുന്ന ഫുഡുകളൊന്നും ഇവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുള്ളൂ. ഫുഡ് ഉണ്ടാക്കി തന്നിട്ടുണ്ടോ? ഇല്ല, ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ അത് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ അത് ചെയ്യുള്ളൂ. ഒരിക്കലും ഇത് ഇവർക്ക് ഇഷ്ടപ്പെടാൻ പാടില്ല. ഇഷ്ടപ്പെട്ട ഇപ്പൊ ബിഗ് ബോസിന്റെ ഇവര് ഭയങ്കര ആസ്വദിച്ച് കഴിക്കും. അപ്പൊ നമ്മള് വേറെ സ്ട്രാറ്റജി ചെയ്യേണ്ടി വരും. ഇത് ബിഗ് ബോസിൽ പോയിട്ട് ദൈവമേ കിച്ചണിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് നല്ല ബിരിയാണിയും ബിഗ് ബോസിന് ആകെ നിങ്ങൾ പോവാണെങ്കിൽ മേ ബി വിളി വരികയാണെന്നുണ്ടെങ്കിൽ ബാത്റൂം കഴുകാനറിയോ അവിടെ പോയിട്ടോ ചെന്ന് ചെയ്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിക്കുമല്ലോ. ഫ്ലോർ ക്ലീൻ ചെയ്യാൻ കഴിയും, പാത്രം കഴുകാനറിയും. എനിക്ക് വേറെ ഒരാളെ സപ്പോർട്ടിന് ആവശ്യമില്ല. കഴിഞ്ഞു വന്നാല് എല്ലാത്തിനും കാക്കുണ്ട്. മറ്റേ കാര്യം പറയുമ്പോഴും ഒക്കെ എനിക്കറിയില്ല, ഒക്കെ ഞാൻ ചെയ്താൽ ശരിയാവില്ല അറിയുന്നത്. ഇത് ഞാൻ അവിടെ പോയി ഒക്കെ ചെയ്തിട്ടാണല്ലോ ഇങ്ങോട്ട് വരിക, ഒക്കെ അറിയൂ. ഇവിടെ മെയിനായിട്ട് ഇന്നോട് അതാണ് നിങ്ങൾ പോയിക്കോളെ ബിഗ് ബോസ് ബാത്റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി പഠിച്ചിട്ട് പോരുന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. പക്ഷെ ഞാൻ അവിടെ പോയാ ഞാൻ പറഞ്ഞില്ലേ എന്തിനും ഞാൻ റെഡിയാണ്. ഞാൻ എന്ത് അഡ്ജസ്റ്റ്മെന്റിനോ റെഡിയാണ് എന്നുള്ള മൈൻഡ് സെറ്റിൽ ഞാൻ കളിക്കുള്ളൂ. ഏതറ്റം വരും പോകില്ല നിങ്ങളെ. ഇപ്പൊ അവിടെ മെയിനായിട്ട് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന പ്രശ്നം ഈ സരിക ഒനിയല് ഇവരൊക്കെ അവിടെ കയറിയപ്പോ കിച്ചണിൽ പെട്ട്. പക്ഷെ കിച്ചണിലാണ് മെയിൻ കണ്ടന്റ് ഉണ്ടാവുക. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് ഒന്ന് ജാസ്മിൻ ജാഫർ ചായക്കപ്പിൽ തുമ്മിയത് പിന്നെ മുടി അയച്ചിട്ട് ഗ്യാസ് തുറന്നിട്ടത്, പിന്നെ പൂജ മുടി അയച്ചിട്ടിട്ട് കിച്ചണിൽ കയറിയത്, പിന്നെ ജാൻമണി സിഗരറ്റ് കത്തിച്ചത് എത്തുമ്പോ വന്നിട്ട്. അതായത് ഒരുവിധം അലമ്പ് തുടങ്ങുന്ന കണ്ടന്റ് ഒക്കെ കിച്ചണിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്.
പക്ഷെ ഇപ്രാവശ്യം അവർക്ക് പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല. ഒരു കണ്ടന്റിനെ അവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ്, അല്ലാതെ ഏതെങ്കിലും കണ്ടന്റ് ഉണ്ടാവുമ്പോൾ അതിൽ പോയിട്ട് തലയിടുക എന്നുള്ളതല്ല. കണ്ടന്റ് മേക്ക് ചെയ്യണം, നമ്മളാവണം കണ്ടന്റ്, നമ്മൾ അട്രാക്ട് ചെയ്യണം. ഇങ്ങോട്ട് വരിക കിച്ചണിലാണെങ്കിൽ നമ്മളെവിടെ നിൽക്കണം അവിടെ കൊണ്ടുവരാൻ കഴിയണം. അതാണ് കഴിവ്. ബാക്കിയുള്ളവരൊക്കെ എന്താ ചെയ്യണത്? ഇപ്പം അതിലുള്ള 1-2 വ്യക്തികൾ കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ ഇവരുണ്ടാക്കുന്ന കണ്ടന്റിൽ ജോയിൻ ചെയ്തിട്ട് വെറുതെ ആ കലാപരിയൊക്കെ വെറുതെ അങ്ങോട്ട് ചെന്നിട്ടില്ലേ, ഒരാവശ്യമില്ലാതെ അവിടെ ഇവിടെയും ചൊറിഞ്ഞിട്ടും ഇതാക്കിയിട്ടും നിൽക്കുകയാണ്. അതല്ല ബിഗ് ബോസ് ചെയ്യണ്ടേ. അതായത് ഓരോരുത്തരും മിനിമം ഒരു കണ്ടന്റ് ഉണ്ടാക്കിയാൽ മതി, ഒരാഴ്ച പോകാനായി. ലൈവിനൊക്കെയാണ് ഭയങ്കര ശോകം. കഴിഞ്ഞ പ്രാവശ്യത്തെ ലൈവൊക്കെ നമുക്ക് എന്ത് ചെയ്യാണ്, ലൈവ് കാണണം എന്നുള്ളൊരു ത്വര ഉണ്ടാവും. ഇപ്രാവശ്യം ആ ഒരു ത്വരയൊക്കെ കുറവാണ് ലൈവ് കാണാനുള്ള. അനീഷ് ഇങ്ങനെ പ്രൊവോക്ക് ചെയ്ത് നടക്കുന്നുണ്ട്. പിന്നെ കുറെ ബാത്റൂം കോമഡി നല്ലോണം ഇപ്രാവശ്യം വൾഗറായിട്ടുള്ള ഈ ബാത്റൂം കോമഡികൾ ഉണ്ടല്ലോ, അതൊക്കെ ഫസ്റ്റിലേ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ബാത്റൂം കോമഡി വന്ന് സ്റ്റാർട്ട് ചെയ്തത് ഭയങ്കര വൃത്തി. നമുക്കൊരു പബ്ലിക്കിൽ ഇരുന്നിട്ട് കാണാനോ അല്ലെങ്കിൽ ഒരു ഫുഡ് കഴിക്കുമ്പോൾ, നമുക്ക് ബിഗ് ബോസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ ഇവർ ഈ വൾഗർ ടോക്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനൊക്കെ അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇതിലുള്ള ആളാണ്. എനിക്ക് അങ്ങനത്തെ ഒക്കെ സംസാര രീതിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുഡ് വരെ ഇറങ്ങില്ല. അത് ആ കണ്ടസ്റ്റൻസിനെ തെരഞ്ഞെടുത്തിലുള്ള പ്രശ്നമാണ്, മനസ്സിലായോ? അത് എടുക്കുമ്പോൾ തന്നെ മിനിമം ഒരു ഇതിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കാത്ത രീതിയിൽ വേണം അവർ കൈകാര്യം ചെയ്യാൻ. നമ്മളിപ്പോൾ ഒരു ഉപദേശിക്കാനൊന്നും ആളല്ല, പക്ഷെ ഇന്നെപ്പോലുള്ള ആളുകളെയാണ് ഇവർ സെലക്ട് ചെയ്യേണ്ടിയിരുന്നത്. സങ്കടം. എത്രയും പെട്ടെന്ന് പോകുന്നൊക്കെ. ഇപ്പം ലൈഫിലൊരു മോശം സമയത്താണ് നമ്മുടെ കൂടെ ആളുകൾ വേണ്ടത്. അപ്പൊ ആ സമയത്ത് കല്യാണത്തിന് മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു കുഞ്ഞോള് കൂടെ തന്നെ ഉണ്ടായിരുന്നു. അല്ലെ, കല്യാണത്തിന് ശേഷം അതൊരു ഭയങ്കര ഒരു സപ്പോർട്ട്. ഇപ്പം എത്ര പേർക്കിടയിൽ ഉണ്ടാവും എന്നറിയില്ല, വേണമെങ്കിൽ നമുക്ക് നോ പറഞ്ഞ് ബാക്ക് അടിച്ചു പോവാം. പക്ഷെ അന്നും കൂടെ നിന്ന ഒരാളാണ് സത്യ ലൈഫിൽ സോൾമേറ്റ് എന്നൊക്കെ പറയാം. പക്ഷെ അതൊരു ഭയങ്കര ഒരു നല്ല കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. അയ്യോടാ, ഞാനോള് തെറ്റിലാണ്, ഉമ്മക്കാനെ അയക്കണില്ലേ എന്റെ അടിയിൽ കൂടെ BGM കൊടുത്ത സെറ്റാ. ശരിക്കും അത് എനിക്കത് ഭയങ്കര ഒരു എന്താ പറയാ, കണ്ടപ്പം കൊള്ളാം എന്ന് തോന്നിയൊരു സംഭവമാണ്. എന്തുകൊണ്ടാണ് ഇപ്പൊ കുഞ്ഞോളോട് ചോദിക്കാം, എന്തുകൊണ്ടാണ് കുഞ്ഞോൾ ആ സമയത്ത് അങ്ങനെ ഒരു കൂടെ നിക്കണം എന്നൊരു തോന്നൽ വന്നത്? ഞങ്ങള് അടുത്ത് കഴിഞ്ഞ ഇതാണ്, ഇപ്പൊ കണ്ടിട്ടില്ല എന്നുള്ളൂ. പക്ഷെ ഫോൺ കോളിലൂടെ ഒക്കെ ഞങ്ങളുടെ മനസ്സും ശരീരം ഒന്നായി. ശരീരം മനസ്സ് മാത്രം. ഞാൻ ഗൾഫിലല്ലേ. അപ്പൊ പിന്നെ ബാക്ക് പോവാന്നുള്ള ഒരു ഓപ്ഷൻ ഞങ്ങൾക്കില്ല. ബാക്ക് അടിക്കാന്നുള്ള ഒരു ഓപ്ഷൻ ഞങ്ങളെ അടിയിൽ. അതായത് ഇന്നെ ഒഴിവാക്കിയിട്ടുള്ള ഒരു ജീവിതം ഒക്കെ ആലോചിക്കാൻ കൂടി വയ്യ, അങ്ങനെയാണ് പറയേണ്ടത്. അങ്ങനെയാണ് പറയേണ്ടത്. ഇനി ഇതിനൊരു രക്ഷയില്ല എന്ന് മനസ്സിലാക്കി. ഇത് ബ്രഹ്മയുഗത്തിൽ മമ്മൂട്ടി പറഞ്ഞ മാതിരിയാണ്, ഇവിടേക്ക് വരാൻ ആരോടും ചോദിക്കണ്ട, ഇവിടെ നിന്ന് പോവാൻ ഇനി നിനക്ക് സമ്മതമേ ഇല്ലാറില്ലേ. അതേപോലെയാണ് ഓള് പെട്ടുപോയി. ഒരാളെ ഫോഴ്സ് ചെയ്തിട്ട് ഇങ്ങനെ എൻ്റെ കൂടെ നിൽക്കണോ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സ്നേഹം വേണം. ഞാൻ ഒരിക്കലും അവളോട് സ്നേഹം യാചിക്കാൻ ഞാൻ ചെല്ലൂല. എനിക്ക് എൻ്റെ ഒരു ലെവൽ ഓഫ് സ്റ്റാൻഡ് ഉണ്ട്, അതിൻ്റെ താഴോട്ട് ഞാൻ പോവില്ല, അതിൻ്റെ മുകളിലായിരിക്കും എപ്പോഴും ഞാൻ. എന്നിട്ട് അവിടുന്ന് ഓളുണ്ട്, അവിടുന്ന് ഓള് എന്നെ താഴ്ത്തിക്കും. മെയിൻ ആയിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്റെ വർത്താനം കേൾക്കുമ്പോ കരുതി ജാപം കുറച്ച് വിവരം എന്തോ മെയിൻ ആയിട്ട് ലാസ്റ്റ് പോയി. ഫസ്റ്റ് പ്രപ്പോസ് എങ്ങനെ വെച്ചാല് ഇതാണ്, ഞങ്ങൾ പെണ്ണ് കാണാൻ പോയത്. പെണ്ണ് കാണാൻ പോയത് പക്ഷെ അന്ന് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഈ ഗൾഫില് ഒരു ഡിപ്രഷൻ സംഭവിച്ചുകൊണ്ട് എനിക്ക് കുറച്ചിങ്ങനെ ഒരു മെന്റലി ഞാൻ ഓക്കെ അല്ലായിരുന്നു. ഇവളെ ഒന്നാമത് ഇങ്ങനെ ഉറക്കമൊന്നും ശരിയില്ലായിട്ട് ഉറക്കം കൂടിയൊരു മന്ദപ്പിലായിരിക്കും. ആ സമയത്താണ് ഞാൻ ഇവളെ മീറ്റ് ചെയ്യണത്, കാണുന്നത്. അപ്പൊ എനിക്ക് വല്ലാതെ ഓർമ്മയൊന്നുമില്ല. മരുന്ന് കുടിക്കും, ഉറങ്ങും, പിന്നെ ഉറക്കം കഴിഞ്ഞാൽ പിന്നെ മറക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ അതൊക്കെ നിക്കാ കഴിഞ്ഞപ്പോ തന്നെ അതൊക്കെ ക്ലിയർ ആയി അല്ലേ. ഒരു 5-8 വർഷം മുമ്പുള്ള സംഭവം. ഓക്കെയാണ്. പ്രപ്പോസ് ചെയ്ത് ഇതേപോലെ അവള് സ്കൂൾ വിട്ട് വന്നപ്പോ ഒരു സമയത്ത് ഞാൻ പ്ലസ് ടു 18 വയസ്സ് കഴിഞ്ഞിട്ട് 17